ഹായ് ഓൾ. നമ്മൾ ഈ SIP കാൽക്കുലേറ്ററിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ്. അതായത് ഒരു നിശ്ചിത എമൗണ്ട് ഒരു നിശ്ചിത കാലയളവിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് SIP എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ റിട്ടേൺ എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് അതിലുള്ള അഡ്വാൻറ്റേജ് കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇവിടെ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള സ്ഥലത്ത് ഇവിടെ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ 10,000 രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 10,000 എന്ന് കൊടുക്കുക. എക്സ്പെക്റ്റഡ് റിട്ടേൺ, ഇപ്പോൾ ഓരോ മ്യൂച്വൽ ഫണ്ടുകളിലും അല്ലെങ്കിൽ SIPകളും ഓരോ റിട്ടേൺ ഉണ്ടാവും. അപ്പോൾ മിനിമം നമ്മളൊരു 10% റിട്ടേൺ കൊടുക്കുകയാണ്. 10% ടൈം പീരീഡ് എത്ര വർഷത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ 5 വർഷത്തേക്കാണ് SIP ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ടാർജറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടോ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടോ കാർ വാങ്ങാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 10,000 5 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റഡ് എമൗണ്ട് 6 ലക്ഷമാണ് വരുന്നത്. 6 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എസ്റ്റിമേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടായിട്ട് നമുക്ക് എത്ര അതിന് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. 1,71,717 രൂപ. അങ്ങനെ ടോട്ടൽ വാല്യൂ 5 വർഷം കഴിയുമ്പോൾ 7,71,717 രൂപയാണ് വരിക. ഓക്കെ, ഇനി ഇതേ 5 എന്നുള്ളത് നമ്മൾ 6 ആക്കുമ്പോൾ അതിലുള്ള ആ ഹ്യൂജ് ചേഞ്ച് എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, 1,77,000 എന്നുള്ളത് 2,55,000 ഒരു വർഷം അഡീഷണൽ 1 ഇയർ കൊണ്ട് നമുക്ക് ഒന്ന് മാറ്റെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഇയറിനടുത്ത് വന്നു അല്ലേ. ഇനി അത് നമ്മൾ 7 വർഷം ആക്കുമ്പോൾ കണ്ടോ, 2,55 3,59 1 ലക്ഷം രൂപയായി. ഇങ്ങനെയാണ് SIP കാൽക്കുലേറ്റർ എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ.